പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്നും നമ്മുടെ ചാനലിൽ ഒരു കഥയാണ്. ആ കഥ നമുക്ക് പറഞ്ഞു തരാനായി ഇവിടേക്ക് ഇന്ന് എത്തുന്നത് വിജയലക്ഷ്മിജിയാണ്. വിജയലക്ഷ്മിജിയെ ഞാൻ കഥ പറയുന്നതിന് വേണ്ടി ഈ ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ കഥ കേൾക്കുന്നതിനായി എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളെയും ഞാൻ സാദരം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കഥ എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളും കേൾക്കണം. വളരെ നല്ല കഥയാണ്. നിങ്ങളേവരും ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് കഥ കേൾക്കാം. ഞാൻ വിജയലക്ഷ്മി. ഇന്ന് ഞാൻ കർണാമൃതം യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു കഥ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കഥ, എങ്കിലും ഞാൻ നിങ്ങളോട് അത് പങ്കുവയ്ക്കട്ടെ. കഥയുടെ പേര് ഗരുഡൻ. ബ്രഹ്മാവിൻ്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപന് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്, വിനിതയും കദ്രുവും. ആ വിനിതയ്ക്ക് ഉണ്ടായ 2 പുത്രന്മാരാണ് അരുണനും ഗരുഡനും. അരുണൻ്റെയും ഗരുഡൻ്റെയും ജനനത്തെപ്പറ്റി മഹാഭാരതത്തിൽ ഒരു കഥ കാണുന്നു. വിനിതയും കദ്രുവും കൂടി ഭർത്താവിനായി ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ആ ശുശ്രൂഷയിൽ സന്തോഷവാനായ കശ്യപ മഹർഷി അവരോട് എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞു. കദ്രു ആവട്ടെ 1000 പുത്രനാഗസഹസ്രം ജനിക്കുന്നതിനുള്ള വരം വാങ്ങി. കദ്രുവിൻ്റെ മക്കളേക്കാൾ വീരപരാക്രമികളായ 2 സന്താനങ്ങൾ തനിക്ക് ലഭിക്കണമെന്ന് വിനിതയും അപേക്ഷിച്ചു. ഈ വരങ്ങൾ പ്രദാനം ചെയ്തതിന് ശേഷം കശ്യപൻ വീണ്ടും ഘോരവനത്തിലേക്ക് തപസ്സിന് പോയി. ഏതാനും നാളുകൾക്ക് ശേഷം കദ്രു 1000 മുട്ടകളും വിനിത 2 മുട്ടകളും ഇട്ടു. 2 പേരും മുട്ടകൾ ചൂടുള്ള കുടങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു. 500-ാം വർഷത്തിൽ കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് പല വിധത്തിലുള്ള 1000 നാഗങ്ങൾ വെളിയിൽ വന്നു. എന്നിട്ടും വിനിതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല. കദ്രു കുഞ്ഞുങ്ങളുമായി ഓടി നടന്ന് കളിക്കുന്ന കണ്ടപ്പോൾ വിനിതയ്ക്ക് ഒരു വിഷമം തോന്നി. അവൾ ആരും അറിയാതെ ഒരു മുട്ട പൊട്ടിച്ചു നോക്കി. ഉടൻ തന്നെ പകുതി ശരീരം വളർന്ന ഒരു ശിശു അതിൽ നിന്നും വെളിയിൽ വന്നു. ആ ശിശുവാണ് അരുണൻ, സൂര്യദേവൻ്റെ തേരാളി. അനവസരത്തിൽ മുട്ട പൊട്ടിച്ചതിനാൽ കുപിതനായി തീർന്ന അരുണൻ വിനിതയോടിങ്ങനെ പറഞ്ഞു: അത്യാഗ്രഹിയായ സ്ത്രീയെ, നീ എന്നെ അകാലത്തിൽ പ്രസവിച്ചതിനാൽ കദ്രുവിൻ്റെ ദാസിയായി തീരട്ടെ. ഇനിയും 500 വർഷം കഴിയുമ്പോൾ നിനക്ക് ശേഷിച്ച ഒരു മുട്ട വിരിയുകയും മഹാവീരപരാക്രമിയായ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്യും. അവൻ നിന്റെ ദാസ്യം ഒഴിവാക്കും. ഇത്രയും പറഞ്ഞ ശേഷം അരുണൻ ആകാശത്തിലേക്ക് പോവുകയും സൂര്യൻ്റെ തേരാളിയാവുകയും ചെയ്തു. 500 വർഷം കൂടി കഴിഞ്ഞ് അണ്ഡം പൊട്ടി തേജസ്വിയായ ഒരു ഗരുഡൻ വെളിയിൽ വന്നു. ആകാശത്തിലേക്ക് പറന്നു. ഗരുഡൻ്റെ ശരീരം അഗ്നിയെപ്പോലെ ജ്വലിച്ചു. ആ തേജസ്സിൽ നിഷ്പ്രഭരായ ദേവന്മാർ അഗ്നിദേവനെ അഭയം പ്രാപിച്ച് കാരണം ചോദിച്ചു. കശ്യപപുത്രനായ ഗരുഡൻ ജനിച്ചുവെന്നും അവൻ എനിക്ക് തുല്യമായ തേജസ്വിയാണെന്നും ഗരുഡനെ അഗ്നി അവരെ അറിയിച്ചു. അവരെല്ലാവരും കൂടി ഗരുഡൻ്റെ അടുത്ത് ചെല്ലുകയും വേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ചെയ്തു. അവരുടെ എല്ലാം അപേക്ഷ അനുസരിച്ച് ഗരുഡൻ തൻ്റെ തേജസ്സൊരുക്കി അമ്മയുടെ അടുക്കലേക്ക് പോയി. വിനിതയുടെ ദാസ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഗരുഡൻ്റെ ജനനത്തിനു മുമ്പാണ് പാലാഴി മഥനം നടന്നത്.
പാലാഴിയിൽ നിന്നും ദേവേന്ദ്രന് ഉച്ചൈസ്രവസ് എന്നൊരു കുതിരയെ ലഭിച്ചു. അതിൻ്റെ വാൽ കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനുതയും വാദിച്ചു. അത് രാവിലെ അടുത്ത ദിവസം പരിശോധിച്ച് നോക്കാമെന്നും ജയിക്കുന്നവർക്ക് തോക്കുന്നയാൾ ദാസ്യം ചെയ്യണമെന്നും പന്തയം വെച്ചു. കദ്രുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കദ്രുവിൻ്റെ മക്കളായ കുറേ നാഗങ്ങൾ മുൻകൂട്ടി ചെന്ന് ഉച്ചൈസ്രവസിൻ്റെ വാലിൽ കടിച്ചു തൂങ്ങി കിടന്നു. അങ്ങനെ വിനുത പന്തയത്തിൽ തോൽക്കുകയും കദ്രുവിൻ്റെ ദാസിയാവുകയും ചെയ്തു. ഒരിക്കൽ കദ്രുവും പുത്രന്മാരും വിനുതയുടെ അടുക്കൽ വന്ന് തങ്ങളെ സമുദ്രമധ്യത്തിലുള്ള രമണികം എന്ന നാഗാലയത്തിലേക്ക് എടുത്തുകൊണ്ടുപോകുവാൻ ആജ്ഞാപിച്ചു. അതനുസരിച്ച് വിനുത കദ്രുവിനെയും ഗരുഡൻ നാഗങ്ങളെയും തോളിൽ വഹിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു പറന്നു. ദാസ്യവൃത്തി ഗരുഡൻ അത്ര സുഖകരമായി തോന്നിയില്ല. ഗരുഡൻ ദേഷ്യം വന്ന് നാഗങ്ങളെയും വഹിച്ചുകൊണ്ട് സൂര്യമണ്ഡലം വരെ പറന്നു. സൂര്യതാപം തട്ടി നാഗങ്ങൾക്ക് മോഹാലസ്യം സംഭവിച്ചു. അത് കണ്ട് ദേവേന്ദ്രനോട് പ്രാർത്ഥിച്ച് ദേവേന്ദ്രൻ മഴ പെയ്ച്ചു. അപ്പോഴേക്കും അവർ രമണിക എന്ന ദ്വീപിലെത്തിച്ചേർന്നിരുന്നു. മാതാവിൻ്റെ സ്ഥിതി കണ്ട് ഗരുഡന് ഒരുപാട് സങ്കടം വന്നു. ഒരിക്കൽ കദ്രുവിനെയും നാഗങ്ങളെയും വിളിച്ച് ഈ ദാസ്യവൃത്തിയിൽ നിന്ന് അമ്മയ്ക്ക് മോചനം ലഭിക്കാൻ വഴി എന്താണെന്ന് ചോദിച്ചു. ദേവലോകത്ത് ചെന്ന് അമൃത് കൊണ്ടുവന്ന് തങ്ങൾക്ക് തന്നാൽ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കദ്രുവും മക്കളും പറഞ്ഞു. അതനുസരിച്ച് ദേവലോകത്തേക്ക് പറക്കുവാൻ തന്നെ ഗരുഡൻ തീരുമാനിച്ചു. എന്നാൽ ദേവലോകത്ത് ചെല്ലുന്നത് വരെ ആഹാരം കഴിക്കുന്നത് എങ്ങനെയെന്ന് ഒരു പ്രശ്നം ഉണ്ടായി. പോകുന്ന വഴി സമുദ്രമധ്യത്തിൽ നിഷാദാലയം എന്നൊരു ദ്വീപുണ്ടെന്നും അവിടെ നിന്ന് നിഷാദന്മാരെ ആഹരിക്കണമെന്നും കൂട്ടത്തിൽ അറിയാതെ ബ്രാഹ്മണരെ ഭക്ഷിച്ചു പോയാൽ ബ്രാഹ്മണരെ തിരിച്ച് രക്ഷിക്കണമെന്നും അമ്മ പറഞ്ഞു കൊടുത്തു. ബ്രാഹ്മണരെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ഗരുഡൻ ചോദിച്ചു. അപ്പോൾ കണ്ടത്തിൽ പ്രവേശിക്കുമ്പോൾ അഗ്നിയെ പോലെ ചുടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം വിനുത മകനെ അടുക്കൽ വിളിച്ച് അവൻ്റെ ചിറകുകളെ വായുവും പൃഷ്ഠത്തെ ചന്ദ്രസൂര്യനും ശിരസ്സിനെ അഗ്നിയും ഉടൽ വസുക്കളും കാക്കുമെന്ന് അനുഗ്രഹിച്ചു. പുത്രൻ തിരിച്ചു വരുന്നത് വരെ അവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാമെന്ന് വിനുത പറഞ്ഞു. ഗരുഡൻ അമ്മയെ വന്ദിച്ച ശേഷം ദേവലോകത്തേക്ക് പറന്നു. ഉഗ്രമായ ചിറകടികൾ കൊണ്ട് 14 ലോകങ്ങളും നടുങ്ങത്തക്ക വണ്ണം ഗരുഡൻ പറന്ന് ആദ്യം നിഷാദാലയത്തിൽ ചെന്നു. നിഷാദന്മാരെ കൂട്ടമായി കൊന്നൊടുക്കിയ കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണനും ഭാര്യയും ഗരുഡൻ്റെ കണ്ടത്തിൽ പ്രവേശിച്ചു. കഷ്ടപ്പെട്ടു തുടങ്ങി. ഉടൻ തന്നെ വിവരം ഗരുഡന് മനസ്സിലായി. ഗരുഡൻ അവരോട് വായിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ അപേക്ഷിച്ചു. അവർ രണ്ടുപേരും വായിൽ നിന്ന് വെളിയിലിറങ്ങി ഗരുഡനെ അനുഗ്രഹിച്ചു. അടുത്തതായി കശ്യപൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനത്തിൽ ചെന്ന് ഗരുഡൻ അച്ഛനെ കണ്ട് വിവരങ്ങളെല്ലാം അറിയിച്ചു. വിശക്കുന്നതിന് എന്തെങ്കിലും തരണമെന്ന് അച്ഛനോട് അപേക്ഷിച്ചു. കശ്യപ മഹർഷി ഗരുഡനോട് ഇങ്ങനെ പറഞ്ഞു: മോനെ, അതാ ഒരു സരസ് കാണുന്നു. ആ സരസിൽ വളരെ നാളായി ഒരാനയും ആമയും ശത്രുഭാവത്തിൽ കഴിഞ്ഞു കൂടുകയാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ബിവാബസു എന്നും സുപ്രതീകൻ എന്നും 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർ പൈതൃക സ്വത്തിനു വേണ്ടി തമ്മിൽ കലഹിച്ചു. കലഹം മൂത്തപ്പോൾ വിഭാവസു സുപ്രീകനെ ശപിച്ച് ഒരാനയാക്കി. സുപ്രതീകൻ വിഭാവസു ഒരു ആമയായി പോകട്ടെ എന്ന് പ്രതിശാപവും നൽകി. അങ്ങനെ 2 പേരും ആനയും ആമയുമായി ഈ സരസിൽ കിടന്ന് വഴക്കുകൂടുകയാണ്. നീ അവരെ ഭക്ഷിച്ചു കൊള്ളുക. അമൃതിനു വേണ്ടിയുള്ള നിന്റെ യാത്രയിൽ മംഗളം ഭവിക്കട്ടെ. ഇത് കേട്ട് ഗരുഡൻ അച്ഛനെ തൊഴുതതിന് ശേഷം സരസിൽ ചെന്ന് ആനയെയും ആമയെയും കൊത്തിയെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നു. ചിറകടിയുടെ ശക്തി കൊണ്ട് വിഷലതാദികൾ പിഴുതു വീണുകൊണ്ടിരുന്നതിനാൽ ഗരുഡന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് സൗകര്യപ്രദമായ ഒരു സ്ഥാനം ലഭിച്ചില്ല. അങ്ങനെ പറന്ന് നടക്കുമ്പോൾ
അനേകം ശാഖോപശാഖകളുമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മഹാവടവൃക്ഷം കണ്ടു. 100 യോജന വിസ്താരത്തിൽ കമ്പുകൾ തഴച്ചു വളർന്നു നിൽക്കുന്ന ആ വടവൃക്ഷത്തിൻ്റെ കമ്പിൽ ഗരുഡൻ കാൽ വെച്ചയുടൻ തന്നെ ആ കാൽ ഒടിഞ്ഞു വീണു. നിർഭാഗ്യവശാൽ ആ കമ്പിൽ ബാലാഖിലന്മാർ എന്ന മുനിമാർ തല കീഴായി കിടന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നു. മുനിമാർ നിലം പതിച്ചേക്കുമെന്ന് ഭയന്ന് ഗരുഡൻ കമ്പും കൊത്തിയെടുത്തുകൊണ്ട് വീണ്ടും പറന്നു തുടങ്ങി. ആ കമ്പ് സുരക്ഷിതമായി വയ്ക്കാൻ ഗന്ധമാന പർവ്വതത്തിൽ വന്ന് വീണ്ടും കശ്യപനെ കണ്ടു. കശ്യപൻ പുത്രന് വേണ്ടി ബാലാഖില്യന്മാരോട് ക്ഷമ ചോദിക്കുകയും പുത്രൻ്റെ യാത്രോദ്ദേശം വിവരിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ബാലാഖില്യന്മാർ അവിടം വിട്ട് ഹിമാലയത്തിലേക്ക് പോയി. കശ്യപൻ്റെ നിർദ്ദേശമനുസരിച്ച് ഗരുഡൻ വൃക്ഷത്തിൻ്റെ കമ്പ് വാസമില്ലാത്ത ഒരു പർവ്വത ശൃംഗത്തിൽ നിക്ഷേപിച്ചു. അവിടെ ഇരുന്ന് ആനയെയും ആമയെയും ഭക്ഷിച്ച ശേഷം ഗരുഡൻ ദേവലോകത്തേക്ക് പറന്നു. അങ്ങനെ ദേവലോകത്തിലെത്തി ഗരുഡൻ അമൃതകലശം എവിടെ വെച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ഗരുഡൻ അമൃതകലശത്തോട് സമീപിച്ചു. ആദ്യം അവിടെ നിന്ന വിശ്വകർമാവുമായി എതിരിട്ടു. അങ്ങനെ ഗരുഡൻ്റെ ചിറകടികൾ നിമിത്തം പൊടിപടലങ്ങൾ ഉയർന്ന് ആർക്കും ഒന്നും കാണാൻ വയ്യാതായി. ദേവന്മാരും ഇന്ദ്രന്മാരും ഗരുഡനോടെതിരിട്ടു. സൂര്യചന്ദ്രന്മാർ പോലും ഗരുഡനെതിരായി അണിനിരന്നു. ഗരുഡൻ അവരെ എല്ലാം തോൽപ്പിച്ചു. അതിനുശേഷം അമൃതകലശം വെച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലത്ത് പ്രവേശിച്ചു. അമൃതകലശത്തിന് ചുറ്റും ഉഗ്രമായ 2 ചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമൃത് ഹരിക്കുന്നവരെ ആ ചക്രങ്ങൾ അറുത്തുമുറിച്ച് കളയും. ആ ചക്രങ്ങളെ ചുറ്റി ഒരു ഘോരയന്ത്രം ഘടിപ്പിച്ചിരുന്നു. ചക്രങ്ങളുടെ താഴെ തീനാമ്പുകൾ പോലെയുള്ള നാവുകളുമായി പിളർത്തിക്കൊണ്ട് ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടി 2 കൂറ്റൻ പാമ്പുകളുണ്ട്. അവയുടെ നോട്ടമേറ്റാൽ തന്നെ വിഷം കയറി മരിക്കും. അവ ഒരിക്കലും കണ്ണടയ്ക്കാറില്ല. ആ കണ്ണുകളിൽ പൊടിപടലം അടപ്പിച്ച ശേഷം അവയുടെ നടുഭാഗം കൊത്തിയറുത്തുകയും ആ പഴുതിൽ കൂടി ഒരു സൂക്ഷ്മരൂപിയായി ഗരുഡൻ പ്രവേശിച്ച് അമൃത എടുത്തുകൊണ്ട് സൂര്യപ്രഭയെ മറച്ചുകൊണ്ട് ആകാശത്തിൽ ഉയരുകയും ചെയ്തു. ഇത് കണ്ട് സന്തുഷ്ടനായ വിഷ്ണു ഗരുഡനെ അടുക്കൽ വിളിച്ച് എന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളാൻ ആജ്ഞാപിച്ചു. വിഷ്ണു തന്നെ വാഹനമായി സ്വീകരിക്കണമെന്നും അമൃത് ഭക്ഷിക്കാതെ തന്നെ തനിക്ക് അമരത്വം കൈവരണമെന്നുമാണ് ഗരുഡൻ ആവശ്യപ്പെട്ടത്. അത് വിഷ്ണു 2 അപേക്ഷകളും അംഗീകരിച്ചു. അങ്ങനെ ഗരുഡൻ അമൃതമായി പറന്നപ്പോൾ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഗരുഡൻ്റെ ചിറകുകൾ വെട്ടി. ഗരുഡന് മുറിവേറ്റില്ല. ചിറകിൽ നിന്ന് ഒരു തൂവൽ അന്തരീക്ഷത്തിലേക്ക് വീണു. സകലരും ആ തൂവൽ കണ്ട് ഗരുഡനെ സുവർണൻ എന്ന് വിളിച്ചു. ഇന്ദ്രന് ഗരുഡനുമായി എതിരിട്ടാൽ ജയം അസാധ്യമാണെന്ന് കരുതി സഖ്യത്തിലേർപ്പെട്ടു. ഈ അമൃതകലശം എനിക്ക് വേണ്ടി കൊണ്ടുപോകുന്നതല്ല. നാഗങ്ങൾ എൻ്റെ മാതാവായ വിനുതയെ വഞ്ചന നിമിത്തം ദാസിയാക്കി. ഈ അമൃതകലശം കൊണ്ടുവന്ന് കൊടുത്താൽ അമ്മയെ മോചിപ്പിക്കാം. അങ്ങ് ഏതെങ്കിലും വിധത്തിൽ ഈ അമൃതകലശം നാഗങ്ങളിൽ നിന്ന് തട്ടിയെടുത്തോളൂ. അങ്ങനെ ഒരു കരാറുണ്ടാക്കി ഇന്ദ്രനും ഗരുഡനുമായി സഖ്യത്തിലായി. അങ്ങനെ ഗരുഡൻ നാഗങ്ങളുടെ അടുത്ത് വന്നു. നാഗങ്ങൾ അത് ഏറ്റുവാങ്ങി. ഗരുഡൻ്റെ നിർദ്ദേശപ്രകാരം അവർ ദർഭ പിരിച്ച് കലശം അതിൽ വെച്ചു. അമൃതം ഭക്ഷിക്കുന്നതിന് മുമ്പായി ശുദ്ധ ജലത്തിൽ സ്നാനം ചെയ്ത് വരണം എന്ന് ഉള്ള ഗരുഡൻ്റെ നിർദ്ദേശം അവർ ശിരസാ വഹിച്ചു. നാഗങ്ങൾ സ്നാനം ചെയ്യുന്നതിന് പോയ തക്കം നോക്കി ഇന്ദ്രൻ അമൃത കലശം എടുത്തുകൊണ്ട് ദേവലോകത്തേക്ക് തിരിച്ചു. നാഗങ്ങൾ വന്നു ചേർന്നപ്പോൾ കലശം കണ്ടില്ല. വിഷമിച്ച അവർ കലശം സ്ഥിതി ചെയ്ത ദർഭകളിൽ നക്കി. അതോടുകൂടി നാഗങ്ങളുടെ നാക്ക് കീറി ഇരട്ടയായി. അന്നു മുതലാണ് നാഗങ്ങൾ ദ്വിജിഹ്വങ്ങളായി തീർന്നത്. അങ്ങനെ ഗരുഡൻ മാതാവിനോടുള്ള തൻ്റെ കടമ നിറവേറ്റി ദാസ്യം ഒഴിവാക്കി.
അമൃതഹരണത്തിനു വേണ്ടി ദേവലോകത്തേക്ക് പറന്ന ഗരുഡൻ വടവൃക്ഷത്തിലിരുന്ന വിവരം ഞാൻ പറഞ്ഞല്ലോ. ആ വടവൃക്ഷത്തിന് സുഭദ്രം എന്ന് പേരായിരുന്നതായിട്ടാണ് പറയുന്നത്. ഈ വടവൃക്ഷം വീണ സ്ഥലം ലങ്കയായി എന്നും ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ ഈ ഗരുഡൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും കർണാമൃതം യൂട്യൂബ് ചാനലിൽ അനുഗ്രഹിക്കുക. ഹരേ കൃഷ്ണ.